വീഡിയോസ് നമ്മൾ യൂട്യൂബിൽ ഇട്ട് കഴിഞ്ഞാൽ യൂട്യൂബ് പോയിട്ടില്ലെങ്കിൽ ഏത് കാലത്തും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഏത് കാലമാണെങ്കിലും കാണുന്ന ആളുകൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേ പോകാവും. ഒക്കെ മറക്കരുത്. എൻ്റെ ഏറ്റവും വലിയ സങ്കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50,000 മുകളിൽ സബ്സ്ക്രൈബ് ഉള്ള ഒരു ചാനൽ RRmedia എനിക്കുണ്ടായിരുന്നു. അസ്സലാമു നമസ്കാരം. ഞാൻ 𝑘∫ കൂടത്ത എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നത്. എന്നും പറയുന്ന ഒരു വാക്ക് തന്നെയാണ് ഇപ്പോൾ ഇത്. കാരണം നമ്മൾ ഓൾറെഡി നമ്മൾ പഠിച്ചത് ഇങ്ങനത്തെ റൂട്ടായിപ്പോയി. അതുകൊണ്ടാണ് ഹായ് ഗേസ്, അസ്സലാമു അലൈക്കും, നമസ്കാരം, 𝑘∫ വെൽക്കം ബാക്ക് ടു മൈ RRmedia യൂട്യൂബ് ബ്ലോഗ്. അത് ഓൾറെഡി പഠിച്ചുപോയി. അതിനി മാറ്റാൻ കുറച്ച് പ്രയാസമാണ്. അപ്പോൾ നിങ്ങളത് കേട്ട് നിങ്ങൾക്ക് ഭ്രാന്തായിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. പക്ഷേ ഇതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ്. കാരണം അത് പറയാതിരിക്കാൻ നിർവാഹമില്ല. അതുപോലെ തന്നെ നമുക്കറിയാം, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണേ, ഈ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ തന്നെ ചില വീഡിയോസിലൊക്കെ നമുക്ക് ഒരു ബോറായിട്ട് തോന്നും. പക്ഷേ എന്താ, ബോറായിട്ട് കാര്യമല്ല, അത് ഇതിൻ്റെ ഒക്കെ ഒരു ഭാഗമാണ്. കാരണം ഞാനിപ്പോൾ ഏതൊരു വീഡിയോസുകൾ കാണുകയാണെങ്കിൽ കൂടിയും ആ ഒരു സബ്സ്ക്രൈബ് ഞാൻ ചെയ്തിട്ടേ പോകാറുള്ളൂ. ലൈക്ക് അതുപോലെ തന്നെ ലൈക്ക് ചെയ്തിട്ടേ ഞാൻ പോകാറുള്ളൂ. കമൻറ്റ് ചെയ്യേണ്ടതാണെങ്കിൽ കമൻറ്റ് ചെയ്തിട്ടേ പോകാറുള്ളൂ. ഞാൻ ഏത് വീഡിയോസ് ഏത് ചാനലിലാണെങ്കിലും ഞാനത് ചെയ്തിട്ടേ പോകാറുള്ളൂ ഇതുവരെ. കാരണം എനിക്കതിങ്ങനെ കാണുന്നത് ഫേസ്ബുക്കിലാണെങ്കിലും ഒക്കെ തന്നെ എനിക്ക് ആ സബ്സ്ക്രൈബിൻ്റെ ആ റേറ്റിംഗ് ഇങ്ങനെ കാണുമ്പോൾ തന്നെ എന്തോ ഒരു ഇതാണ്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലേ എനിക്ക് സമാധാനം ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ ഭാഗമായിട്ടാണ് അവർ പറയുന്നത്. അതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. എനിക്കും പറയേണ്ടതാണ്. അപ്പോൾ നിങ്ങളത് പിന്നെന്താ പറയുക, നമ്മളൊരു സബ്സ്ക്രൈബിനായിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതാണെന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചിട്ട് നിങ്ങളെ ഒരു വിഷമിപ്പിക്കുന്നത് ശരിയില്ലല്ലോ. അപ്പോൾ നിങ്ങളത് കണ്ടറിഞ്ഞ് ചെയ്യും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. നിങ്ങളുടെ സപ്പോർട്ടൊന്നും ഇല്ലെങ്കിൽ ഒരാൾക്കും, ഈ ഒരു മീഡിയക്കാർക്കും മുമ്പോട്ട് പോകാൻ പറ്റില്ല. നിങ്ങൾക്കൊക്കെ അറിയാൻ പറ്റുന്നതാണല്ലോ. അപ്പോൾ എന്നെപ്പോലെ തന്നെ ആവും എല്ലാവരും. സബ്സ്ക്രൈബിൻ്റെ ബട്ടൺ കാണുമ്പോൾ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് പോവുക. കാരണം ഒരു പക്ഷേ നമുക്ക് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ട പ്രശ്നമേ ഉള്ളൂ. പക്ഷെ അത് കാരണം അത് കിട്ടുന്ന ആളുകൾക്ക് ഒരു സമയം ആഡ്സൻസിനൊക്കെ തീർച്ചയായിട്ടും സബ്സ്ക്രൈബിൻ്റെ അത്യാവശ്യമുണ്ട്. സബ്സ്ക്രൈബ് വേണം, അതുപോലെ തന്നെ വാച്ചിങ് അവർ, അതായത് വ്യൂസ് എന്തായാലും വേണം. അപ്പം ജസ്റ്റ് ഒന്ന് വീഡിയോസുകളൊന്ന് കാണുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കും സന്തോഷമായി. അവർക്ക് കാരണം ഒരു വർക്കൊക്കെ നമ്മൾ എത്രമാത്രം, എനിക്ക് തന്നെ അറിയാം, ബ്ലോഗ് നമ്മളിങ്ങനെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും സിമ്പിളാണെന്ന്. പക്ഷേ ഒരിക്കലും അല്ല. ബ്ലോഗല്ല, നമ്മൾ ആൽബം ചെയ്തതാണ്. അതുപോലെ തന്നെ ബ്ലോഗ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ സിനിമക്കാരൊക്കെ അവസ്ഥ എന്തായിരിക്കും? കോടിക്കണക്കിന് ഉറുപ്പ്യ മുടക്കി എത്രയോ ആൾക്കാർ രാവും പകലും ഇതിൻ്റെ പുറകിൽ നടന്നിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന സംഭവമാണ്. അതാണ് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത്. അപ്പോൾ അങ്ങനത്തെ ആ ഒരു ചാനൽ നമുക്കൊന്ന് ജസ്റ്റ് നമ്മൾ വിരലോട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ അതൊക്കെ ചെയ്യാണ് അതിൻ്റെ ഒരു രീതി. അപ്പോൾ അത് ചെയ്യാം. അപ്പോൾ ഈ ബ്ലോഗ് തന്നെ നമ്മളിപ്പോൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരു 50 മിനിറ്റോ അല്ലെങ്കിൽ ഒരു 1 hour നമ്മൾ ഷൂട്ട് ചെയ്ത സംഭവമായിരിക്കും. കാരണം ഓവർ ലെങ്ത് ആയി കഴിഞ്ഞാൽ നിങ്ങളൊരു പക്ഷേ നിങ്ങൾക്ക് ചടുപ്പ് പിടിക്കും. കാരണം നമ്മളീ പറയുന്നതും അതുപോലെ തന്നെ ഇപ്പോഴത്തെ കാലത്ത് നമുക്കറിയാം, ആർക്കും ടൈമില്ല. നമുക്കാണെങ്കിലോ ലെങ്ത് ഇല്ലാതെ, കാരണം ഈ ലെങ്ത്ത് ഇതിൻ്റെ ഒരു ഭാഗമാണ്. അതായത് യൂട്യൂബിൽ വീഡിയോസ് ഇടുമ്പോൾ, യൂട്യൂബിൽ മാത്രമല്ല, ഇപ്പോൾ ഫേസ്ബുക്ക് പേജിലും ഇതുപോലെ തന്നെ പിന്നെ മിനിമം 3 മിനിറ്റ് എങ്കിലും വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഈ ലെങ്ത്ത് ആളുകൾ കാണുന്ന അനുസരിച്ചാണ് നമുക്ക് ഈ ഒരു യൂട്യൂബിൽ റീച്ച് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്താക്കും, മാക്സിമം കൂടുതൽ എടുക്കാൻ ശ്രമിക്കും. പക്ഷേ ഞാൻ പറഞ്ഞില്ല, 1 hour എടുത്തത് നമ്മൾ 10-15 മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ കട്ട് ചെയ്ത് അതിന് തന്നെ എത്ര ദിവസം പിടിക്കും നിങ്ങൾ ചിന്തിച്ച് നോക്കി. അപ്പോൾ ഒരുപാട് റിസ്ക്കാണ്. ഇനിയിപ്പോൾ നമ്മൾ പറയുന്ന ഒരു മാറ്റർ ഒരു പക്ഷേ തെറ്റിപ്പോവും. നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ അത് കളർ ഉണ്ടാവില്ല. അപ്പോൾ നമ്മളത് കട്ട് ചെയ്യും. അങ്ങനെ ചെയ്ത് പിന്നെ അപ്ലോഡ് ചെയ്യാൻ ഇവിടുത്തെ നെറ്റിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്ലോഡ് ചെയ്തെല്ലാം കൂടി വരുമ്പോഴേക്കും ഒരു വിധത്തിലാവും. അങ്ങനെ കഷ്ടപ്പെട്ടിട്ടാണ് ഓരോരോ ബ്ലോഗേഴ്സും അതുപോലെ തന്നെ നമ്മളെ ആൽബം ടീമും ഫിലിംസിൻ്റെ ആളുകളൊക്കെ ഓരോന്ന് ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പം നമ്മളത് കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നത് കൊണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ ഞാൻ പറയുന്നത്, എന്നെപ്പോലെ ആവുക, സബ്സ്ക്രൈബിൻ്റെ ബട്ടൺ കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താണ്. അതായിരിക്കും നല്ലത്, അല്ലേ? അങ്ങനെ ചെയ്യണം. നമ്മൾ കാരണം മറ്റുള്ളവർക്കൊരു ഗുണമുണ്ടെങ്കിൽ അതല്ലേ നല്ലത്. കാരണം ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞതിൽ തന്നെ കുറേ കട്ട് ചെയ്യാനുണ്ട് എനിക്കറിയാം. പക്ഷേ ഞാൻ കട്ട് ചെയ്യുന്നില്ല. ഞാൻ കട്ട് ചെയ്യാതെ തന്നെ ഇടും. കാരണം ഒരുപാട് കട്ട് ചെയ്യാനിപ്പോൾ ഓൾറെഡി ഉണ്ട്. ഫോണും പിന്നെ മെമ്മറി കാർഡൊക്കെ ഫുള്ളാണ്.
നമുക്ക് എടുക്കാനൊക്കെ സുഖമായിരിക്കും. ഒരു വഴിക്ക് പോകുമ്പോൾ നമുക്ക് വീഡിയോസ് എടുക്കാനൊക്കെ സുഖമായിരിക്കും. പക്ഷേ അത് ഇരുന്നിട്ട് അതിനായിട്ട് നമ്മൾ എല്ലാ പരിപാടിയും മാറ്റി വെച്ചിട്ട് അതിനായിട്ട് ഇരിക്കണം. നാട്ടിലൊക്കെ ആകുമ്പോൾ നമുക്കറിയാലോ, നമ്മൾ പ്രവാസിയൊക്കെ ആണെങ്കിൽ അവിടെ നമ്മൾ പണി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു ചുറ്റുപാടും ഇല്ല. വീട്ടിലൊക്കെ ആകുമ്പോൾ വീട്ടിലെ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളുണ്ടാവും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പരിപാടിയായിട്ട് തിരക്കാവും. ഒന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നോക്കും, വന്നപ്പോൾ നമുക്ക് വിളി വരും, വന്നപ്പോൾ നമ്മൾ അങ്ങനെ പോകും, അവിടെ പോകും, ഇവിടെ പോകും. പിന്നെ ഇതിനൊക്കെ ഒരു മൂഡ്, ഒരു മൈൻഡ് റെഡി ആവാണ്ട്, പാട്ടിൻ്റെ കാര്യത്തിലാണെങ്കിലും എഡിറ്റിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇങ്ങനത്തെ എല്ലാ കാര്യത്തിലും നമ്മളെ മൈൻഡ് ഒന്ന് ക്ലിയർ ആവാണ്ട്. ഇത് നമുക്ക് എപ്പോഴും ഈ പാട്ട് എഴുതുന്നവരോടും പിന്നെ അതുപോലെ തന്നെ പാട്ട് മ്യൂസിക് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും പാടുന്ന കാര്യത്തിലാണെങ്കിലും ഒക്കത്തിലും നമ്മളെ മൈൻഡ് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ഒന്നും റെഡി ആവില്ല. അപ്പോൾ അതിനൊരു മൂഡ് വരാനുണ്ട്. ആ മൂഡ് വരുന്ന സമയമായിരിക്കും നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാകുക. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീഡിയോസ് നമ്മൾ ഒരു 10-15 മിനിറ്റിൻ്റെ വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ ചിലപ്പോൾ 2, 3, 4 ദിവസമൊക്കെ ആയിപ്പോവും. അത് പെൻഡിങ്ങിലാവും. അപ്പോൾ അതിൻ്റെ അടുക്കായിരിക്കും നമ്മൾ പുറത്തോടെ പോകുമ്പോൾ ഒന്ന് ബ്ലോഗ് ചെയ്ത് അതും ഇതിൽ സ്റ്റോറായി. അങ്ങനെ ഭ്രാന്തായി പോകും സംഭവം. പക്ഷേ വൃത്തികേട് കൊണ്ട് നമ്മൾ ചെയ്യാണ്. കാരണം നമ്മളിപ്പോൾ ഏതായാലും ഒരു ചാനലൊക്കെ തുടങ്ങി, ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇടണ്ടേ. അത് തീർച്ചയായിട്ടും പിന്നെ നമ്മൾ ചാനൽ തുടങ്ങിയിട്ട് അതിൽ വീഡിയോസ് ഇട്ടിട്ടില്ലെങ്കിലും പ്രോബ്ലമാണ്. അത് യൂട്യൂബിൻ്റെ ഭാഗത്തു നിന്ന് പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ആഴ്ചയിൽ 1-2 വീഡിയോസുകളൊക്കെ ഇടണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതൊരു വിഷയമാണ്. അതുകൊണ്ട് നമുക്ക് ഇടാതെ നിർവാഹമില്ല, അതുകൊണ്ട് ഇടണം. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ വീഡിയോസ് കാണുന്ന ആളുകൾ ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഞാൻ എൻ്റെ വീഡിയോസിൽ വ്ളോഗിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഞാൻ അങ്ങനെ കൂടുതലൊന്നും പറയാറില്ല. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം എന്ന് ഞാൻ പറയാറില്ല. പറയാതെ തന്നെ കുറച്ച് നമ്മളെ പ്രിയപ്പെട്ടവരൊക്കെ നമുക്ക് സബ്സ്ക്രൈബ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു ചാനൽ, എൻ്റെ ഏറ്റവും വലിയ സങ്കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50,000-ൻ്റെ മുകളിൽ സബ്സ്ക്രൈബ് ഉള്ള ഒരു ചാനൽ RRmedia എനിക്കുണ്ടായിരുന്നു. എൻ്റെ ഈ ഒരു 50,000 സബ്സ്ക്രൈബുള്ള ഈ ചാനൽ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്ന ഒരു 10-12 വർഷമായി എൻ്റെ ഈ ഒരു ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട്. മില്ലേനിയം, RRmedia, 𝙁 വിഷൻ അതൊക്കെ ഇറങ്ങി എനിക്ക് തോന്നുന്ന ഒരു 2 വർഷത്തിന് ശേഷം തന്നെ ഞാൻ എൻ്റെ ഒരു ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആൽബങ്ങളും ഇതുപോലെ തന്നെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യൽ ഒരു 5-6 വർഷമായിട്ടേ ഉള്ളൂ. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ അതിന് ആഡ്സൻസ് കിട്ടി, അതിന് പേയ്മെൻറ്റുകളൊക്കെ കിട്ടി. ഇങ്ങനെ ഓക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു സമയത്ത് ചെറിയൊരു ഇഷ്യൂ കൊണ്ട് എൻ്റെ ഒരു ചാനൽ, എൻ്റെ RRmedia യൂട്യൂബ് ചാനൽ അടിച്ചു പോയിട്ടിപ്പോൾ ഒരു വർഷമാവുകയാണ്. പല രീതിയിൽ റിക്വസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കി, പക്ഷേ എനിക്ക് കിട്ടിയിട്ടില്ല. പലരും പറഞ്ഞ് തിരിച്ചു കിട്ടും എന്നുള്ളൊരു വിശ്വാസത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ശേഷം സ്റ്റാർട്ട് ചെയ്ത ഒരു ചാനലാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്ന ഈ ഒരു ചാനൽ. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ പാവല്ലേ, കാരണം 50,000 സബ്സ്ക്രൈബുള്ള ചാനൽ ആക്കിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതുപോലുള്ളൊരു ചാനൽ ഞാനിപ്പം വിലക്ക് ചോദിച്ചിട്ട് 3.5 ലക്ഷം റുപ്യ എന്നോട് പറഞ്ഞത്. 3.5 ലക്ഷം റുപ്യ. അപ്പം പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ അതിന് എത്രമാത്രം കഷ്ടപ്പാടുണ്ടെന്ന് എനിക്കറിയാം. എത്രയോ ദിവസങ്ങൾ ഞാൻ ഉറക്കൊഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു ചാനലിൽ ഞാൻ വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്രയോ ദിവസങ്ങൾ ഞാൻ ഉറക്കൊഴിഞ്ഞിട്ടുണ്ട്. 5-6 വർഷം തന്നെ. അത്രയും ഞാൻ ത്യാഗം ചെയ്തിട്ടാണ് എനിക്ക് അത്രയും സബ്സ്ക്രൈബ് എനിക്ക് കിട്ടിയത്. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ അത് പോയി. ആരോടും അറിയാനാ, ഇതിൻ്റെയൊക്കെ സ്ഥിതി അങ്ങനെ തന്നെ ഉള്ളൂ. കിട്ടുമ്പോൾ ഇങ്ങനെ കിട്ടും, അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക, നമ്മളൊരു പാവമാണ്. നിങ്ങൾക്കറിയാലോ അവസ്ഥകൾ. ഇത്രയും റിസ്ക് എടുത്തിട്ട്, അതുപോലെ തന്നെ അതിൽ കൂടുതൽ റിസ്ക് എടുത്തിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോസുകൾ ഈ ഒരു ചാനലിൽ ഈ ഒരു വീഡിയോസുകൾ ഞാൻ ചെയ്യുന്നത്. അന്നപ്പോൾ അതിനെ നിങ്ങൾ കണ്ടറിഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ സംഭവം എനിക്കറിയാം, ഗുണമില്ലാത്ത സംഭവങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. സ്റ്റാർട്ടിങ് ആണ്, നമ്മളെ പല മിസ്റ്റേക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്കറിയാവുന്ന. പക്ഷെ അതൊക്കെ നമ്മളെ കണ്ടറിഞ്ഞ് നമ്മളെ മനസ്സിലാക്കിയിട്ട് സപ്പോർട്ട് ചെയ്യുക. നല്ലതൊക്കെ വരികയായിരിക്കും, ഒന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, ഒക്കെ അവൻ്റെ കയ്യിലാണല്ലോ. ഏതെങ്കിലും ഒരു വീഡിയോസ് മതി നമുക്ക് എവിടെയോ ഒക്കെ എത്താൻ. പക്ഷെ അവൻ വിചാരിക്കണം, അപ്പോൾ ഏതെങ്കിലുമൊക്കെ എത്തുമായിരിക്കും എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പേരിൽ ഇങ്ങനെ ചെയ്ത് വിടുകയാണ്. ഇതിപ്പോൾ നമ്മളെ വീഡിയോസുകളൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, 40, 50, 100 ആ ഒരു കണ്ടീഷനിലാണ് ഇപ്പം. പക്ഷേ എൻ്റെ ആ ചാനലിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ തന്നെ 2-3 ദിവസം കൊണ്ട് 10, 15, 20,000 ഒക്കെ വ്യൂസും മിനിമം ഒരു 200 സബ്സ്ക്രൈബൊക്കെ ദിവസം വന്നിരുന്നു. മിനിമം ഒരു 200 സബ്സ്ക്രൈബൊക്കെ ദിവസം എനിക്ക് വന്നിരുന്നു. 200, 300, 400 ഒക്കെ വന്ന ദിവസങ്ങളുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ വീഡിയോസ് ഇങ്ങനെ ഒരു 1,500 വീഡിയോസിൻ്റെ അടുത്ത് അതിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 1,500 വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്തിട്ട് അതിലിടുക എന്ന് പറയുമ്പോൾ
അതിൻ്റെ ത്യാഗം വളരെ ഇത് ഈ 1500 വീഡിയോസൊക്കെ അതിൽ എഡിറ്റ് ചെയ്ത് ഇടുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ത്യാഗം, അതിൻ്റെ ഒരു റിസ്ക് എത്രമാത്രം എന്നുള്ളത് ഈ വ്ളോഗ് ചെയ്യുന്നവർക്കും ആൽബം ചെയ്യുന്നവർക്കൊക്കെ അറിയാവുന്നതാണ്. കാരണം അത്രയും നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്തത് അങ്ങോട്ട് പോയി. അപ്പോൾ ഈ ഒരു ചാനൽ അതുപോലൊക്കെ തന്നെ നിങ്ങളും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ട് നമ്മളെ ഉയർത്തി തരണം. കാരണം അതിൻ്റെ പുറകിൽ ഇനി ഞാൻ നടക്കുന്നില്ല എന്ന് കരുതി. കാരണം ഒരുപാട് നടന്നു നോക്കി, പല രീതിയിലും ഒരു കുറച്ചൊക്കെ റീപ്ലൈ തന്ന് പിന്നെ അതിന് യാതൊരു റെസ്പോൺസും ഇല്ല. പിന്നെ ഞാൻ അവിടെ വെച്ചേച്ച് അത് പോയി എന്ന് തന്നെ കൂട്ടി ഞാൻ. കാരണം ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, പലരും പറഞ്ഞിരുന്നു 3 മാസം കൊണ്ട് 4 മാസം കൊണ്ടൊക്കെ തിരിച്ച് കിട്ടുമായിരിക്കും എന്നൊക്കെ. 3 കഴിഞ്ഞ് 4 കഴിഞ്ഞ് 5 കഴിഞ്ഞ് 6 കഴിഞ്ഞ് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ ഒരു ചാനൽ അതുപോലെ ആക്കിയെടുക്കണം. അതിന് നിങ്ങൾ വിചാരിക്കണം, ഈ കാണുന്നവർ, ഈ വീഡിയോസ് കാണുന്നവരെല്ലാവരും ഒരാളും വിട്ടുപോകാതെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ പോകാവും. എല്ലാ വീഡിയോസിലും ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയാൻ ഒരു ശരിയില്ല എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഭാഗമാണെങ്കിൽ കൂടിയും നിങ്ങൾക്കൊരു വിഷമമെന്ന് കരുതിയിട്ടാണ് ഞാൻ പറയാത്തത്. അതുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾ കണ്ടറിഞ്ഞ് ഇത് സബ്സ്ക്രൈബ് ചെയ്യാം. കാരണം വീഡിയോസ് നമ്മൾ യൂട്യൂബിൽ ഇട്ട് കഴിഞ്ഞാൽ യൂട്യൂബ് പോയിട്ടില്ലെങ്കിൽ ഏത് കാലത്തും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഏത് കാലമാണെങ്കിലും ആ കാണുന്ന ആളുകൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേ പോകും, ഒക്കെ മറക്കരുത്. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ യൂട്യൂബിനെ പോലെ തന്നെ ഫേസ്ബുക്ക് പേജും നമുക്ക് ആഡ്സൻസ് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞ് കേട്ട്. അപ്പോൾ RRmedia ഒരു പേജ് എൻ്റെ കയ്യിലുണ്ട്. അതിൽ എനിക്ക് തോന്നുന്നു 8500 ഫോളോവേഴ്സ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ഞാൻ വേണമെങ്കിൽ ഞാൻ എഡിറ്റ് ചെയ്തിട്ട് ആ ഒരു ഫേസ്ബുക്കിൻ്റെ പേജ് ഒരു സ്ക്രീൻഷോട്ട് ഞാൻ ഇതിൽ വേണമെങ്കിൽ എഡിറ്റ് ചെയ്തിട്ട് വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാൻ സുഖമായിരിക്കും. അപ്പോൾ അതിൻ്റെ എംബ്ലം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ കയറിയാൽ മതിയല്ലോ. ഒരുപാട് മീഡിയകൾ ഉണ്ടാവും അതുപോലെ RRmedia എന്ന് പറഞ്ഞിട്ട്. പക്ഷേ എൻ്റെ എംബ്ലം ഞാൻ വേണമെങ്കിൽ എഡിറ്റ് ചെയ്തിട്ട് ഞാൻ ഇതിൽ വെക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഫേസ്ബുക്ക് പേജിൽ നിങ്ങൾ കയറിയിട്ട് എനിക്കിപ്പോൾ ഒരു 1500 ഫോളോവേഴ്സും കൂടി കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ആഡ്സൻസ് കിട്ടും. ഇതിലിപ്പോൾ ആഡ്സൻസ് കിട്ടിയിട്ടില്ല ഈ ഒരു ചാനൽ. കാരണം 2500 2400 സബ്സ്ക്രൈബേ ഉള്ളൂ ഈ ഒരു ചാനലിൽ. വാച്ചിങ് അവറും നിങ്ങൾക്കറിയാലോ 40-50 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വാച്ചിങ് അവർ ആവില്ല. അപ്പോൾ ഇപ്പോൾ അടുത്തൊന്നും ഫേസ്ബുക്കിൽ യൂട്യൂബിലാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഫേസ്ബുക്ക് പേജിൽ ഒരു 1500 ഫോളോവേഴ്സും കൂടി ഉണ്ടായി കഴിഞ്ഞാൽ എനിക്ക് അതിൽ ആഡ്സൻസ് കിട്ടും. അപ്പോൾ അതിന് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് അതിലും ഒന്ന് ഫേസ്ബുക്കിലൊന്ന് കയറിയിട്ട്, ഒരു ബുദ്ധിമുട്ടില്ലാത്തൊരു ഹെൽപ്പാണല്ലോ, അതുകൊണ്ട് അതൊന്ന് ചെയ്യണം. ഇനി വേണമെങ്കിൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്കും ഞാൻ വേണമെങ്കിൽ ഇടാം. അതിൽ ഡയറക്റ്റ് കയറിയാലും മതിയല്ലോ. അപ്പോൾ ഒന്ന് ഹെൽപ്പ് ചെയ്യാം. ഓക്കെ, ഇൻഷാ അല്ലാഹ്. എന്നപ്പോൾ പറഞ്ഞതുപോലെ തന്നെ കാണുന്നവരാരും തന്നെ ഇത് സബ്സ്ക്രൈബ് ചെയ്യാതെ അല്ലെങ്കിൽ എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാതെ പോകരുത്. നമ്മളെ വീഡിയോസ് ഇതിലും നമ്മൾ ആൽബമാണെങ്കിലും ബ്ലോഗാണെങ്കിലും ഇതിലും ഇടും. അതുപോലെ തന്നെ നമ്മളെ RRmedia പേജിലും ഇടും. ഓക്കെ, അപ്പോൾ അതിലൊക്കെ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവണം ഇൻഷാ അല്ലാഹ്. ഇനി മുതൽ ഞാൻ ഫുൾ ആക്റ്റീവായിരിക്കും ഇതിൽ. നിങ്ങളെ സപ്പോർട്ട് പോലെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എന്നാൽ ശരി, പറഞ്ഞതുപോലെ നമുക്ക് കാണാം. ഇനി പുതിയ വീഡിയോസുകൾ, വ്ളോഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരും. അതിൽ മിസ്റ്റേക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നിങ്ങൾ മറന്ന് പൊരുത്തപ്പെട്ട് നമ്മൾ മുന്നോട്ട് നമുക്ക് പോകാനുള്ള ഒരു വഴി നിങ്ങൾ തുറന്നു തരണം. ഓക്കെ, ഇത് തുടങ്ങിപ്പോയി. അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു മൈൻഡായിപ്പോയി. ഈ ആദ്യം മുതലേ ഈ ഒരു മൈൻഡായി പോയത് കൊണ്ട് തന്നെ ഒരു ഇൻട്രസ്റ്റ് പിടിച്ചു പോയൊരു മേഖലയാണിത്. അതുകൊണ്ട് നമുക്കത് പെട്ടെന്ന് ഒഴിവാക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇത്രയൊക്കെ റിസ്ക് എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ പുറകിൽ നടക്കുന്നത്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ചാനൽ ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോസിൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ആ ലിങ്ക് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ അതിൽ കയറി സബ്സ്ക്രൈബ് ചെയ്യും. ഞാൻ കാണുന്നതൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. എനിക്ക് ചിലപ്പോൾ 2400 സബ്സ്ക്രൈബുള്ളൂ. പക്ഷേ ഞാൻ 2 ലക്ഷത്തിൻ്റെ മുകളിലൊക്കെ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും ഈ ചാനൽ വഴി. സത്യമാണ്. കാരണം ഞാൻ ഏത് ചാനലിൽ എന്ത് വർക്കാണെങ്കിലും നമ്മൾ അത് സബ്സ്ക്രൈബ് ചെയ്തു പോകും. ഞാൻ അങ്ങനെ ഒരു മൈൻഡായിപ്പോയി. അപ്പോൾ അത് നല്ല കാര്യമാണല്ലോ. അപ്പോൾ അതുപോലെ നിങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ, നമ്മൾ കാരണം ചെയ്തല്ലാത്തൊരു ഉപകാരമല്ലേ, ആരെങ്കിലുമൊക്കെ നന്നാവട്ടെ. എന്നാൽ പറഞ്ഞ പോലെ ഇൻഷാ അല്ലാഹ് ഞാൻ വരും, ബ്ലോഗൊക്കെ ആയിട്ട് സപ്പോർട്ട് ചെയ്യാം. ബൈ.